സന്തോഷമുള്ള ജീവിതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗ്രേ ഡൈവേഴ്സിനെ കുറിച്ചാണ്. പലരും കേട്ടിട്ടുണ്ടാവും ഗ്രേ ഡൈവേഴ്സ്, ചിലർ കേട്ടിട്ടുണ്ടാവില്ല ഗ്രേ ഡൈവേഴ്സ്. എന്താണ് ഗ്രേ ഡൈവേഴ്സ് എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഗ്രേ ഡൈവേഴ്സ് എന്നാൽ തല നരച്ച ശേഷമുള്ള ഡൈവേഴ്സ് എന്നാണ് അർത്ഥം. അതായത് വർഷങ്ങളോളം വിവാഹബന്ധത്തിലായിരുന്ന ഏകദേശം അതിനുശേഷം 50 വയസ്സ് ആകുമ്പോഴേക്കും വിവാഹബന്ധം വേർപെടുത്തുന്നതിന് ആണ് ഗ്രേ ഡൈവേഴ്സ് എന്ന് പറയുന്നത്. വളരെ കാലം ഒരുമിച്ച് ചെലവഴിച്ചതിന് ശേഷം പിരിയുന്ന ആളുകളെ സിൽവർ സ്പ്ലിറ്ററുകൾ എന്നും വിളിക്കുന്നു. ലോകവ്യാപകമായി 50 വയസ്സ് കഴിഞ്ഞ ദമ്പതികളുടെ വിവാഹമോചനം ക്രമാതീതമായി ഇന്നത്തെ കാലത്ത് കൂടുതൽ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. വിവാഹബന്ധങ്ങൾ ജീവിതാവസാനം വരേക്കും തുടരണമെന്ന് ശാഠ്യം പിടിച്ചിരുന്ന നമ്മുടെ രാജ്യത്തും ഇപ്പോൾ ചെറുപ്പക്കാരുടെ വിവാഹമോചന കേസുകളുടെ എണ്ണം കൂടുന്നത് പോലെ തന്നെ പ്രായമായവരുടെയും വേർപിരിയലും കൂടിക്കൂടി വരുന്നതാണ് കാണുന്നത്. ദമ്പതികൾ വേർപിരിയുമ്പോൾ സ്വർഗം കരയുമെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. കാരണം വളരെ അപൂർവമായി സംഭവിച്ചിരുന്ന കാലത്ത് പറഞ്ഞിട്ടുള്ള ഒരു നാട്ടുവർത്തമാനം ആയിരുന്നു അത്. അതായത് ദമ്പതികൾ വേർപിരിയുമ്പോൾ സ്വർഗം കരയുക. കാരണം അന്നത്തെ കാലത്ത് ഡൈവേഴ്സുകൾ കുറവായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ സ്വർഗം കരയാനൊന്നും നേരമില്ല. അങ്ങനെയാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതായത് വിവാഹമോചനം ഇന്നൊരു സാമൂഹ്യ യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞു. ഒരുമിച്ച് താമസിക്കുവാൻ കഴിയാതെ ആവുമ്പോൾ വേർപിരിയാൻ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം കുത്തനെ കൂടുകയാണ്. ഇന്ത്യൻ സാഹചര്യങ്ങളിൽ എത്ര പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിലും മിക്കവരും അത് അഡ്ജസ്റ്റ് ചെയ്തു പോകുകയാണ് പണ്ടൊക്കെ പതിവ്. അതിന് പ്രധാനപ്പെട്ട കാരണം അന്ന് സാമൂഹ്യ സമ്മർദ്ദങ്ങളാണ് ഇത്തരം അഡ്ജസ്റ്റ്മെന്റിന് മൂല കാരണം. എന്നാൽ ഇന്ന് ആ അവസ്ഥകൾ മാറിക്കഴിഞ്ഞു. അങ്ങനെയാണ് ഇന്നത്തെ സ്ഥിതിവിവര കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആയുർദൈർഘ്യം കൂടുന്നതും സാമ്പത്തിക സുരക്ഷിതത്വവും വ്യക്തി സ്വാതന്ത്ര്യ ബോധവുമൊക്കെ മധ്യവയസ്കരുടെ വേർപിരിയലിന് ഇന്ന് പ്രധാന കാരണമാകുന്നുണ്ട്. പ്രധാനമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക സുരക്ഷിതത്വം ഉള്ളവരാണ് ഈ പ്രായത്തിലും ഡൈവേഴ്സിന് കൂടുതൽ തയ്യാറാവുന്നത്. പരാശ്രയമില്ലാതെ കഴിയാമെന്ന ഉറച്ച വിശ്വാസമാണ് അസ്വസ്ഥമായ കുടുംബജീവിതത്തിൽ നിന്ന് പുറത്തു ചാടി രക്ഷപ്പെടാനായിട്ട് മിക്കവരെയും പ്രേരിപ്പിക്കുന്നത്. വ്യക്തി സ്വാതന്ത്ര്യത്തിനും സന്തോഷത്തിനും പണ്ടത്തേക്കാൾ ദമ്പതികൾ പ്രാധാന്യം നൽകുന്ന കാലമാണ് ഇത്. അതുകൊണ്ട് തന്നെ സദാ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ചൊറിയുന്ന ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നത് പതിവാണ്. സ്വകാര്യതയിൽ അനാവശ്യമായി ഭാര്യയോ ഭർത്താവോ കൈകടത്തുന്നതും പലരും ഇന്നത്തെ കാലത്ത് സഹിച്ചു നിൽക്കാറില്ല. ചെറുപ്പക്കാരുടെ വിവാഹമോചന കേസുകൾ പോലെ ഇവിടെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ഗ്രേ ഡൈവേഴ്സിൽ എന്നതൊരു വസ്തുതയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം സ്വത്ത് വിഭജനം, പെൻഷൻ്റെ ആനുകൂല്യങ്ങൾ, ജോയിൻ്റ് അക്കൗണ്ടിലെ തുകകൾ തുടങ്ങിയവയെല്ലാം തമ്മിൽ ചർച്ച ചെയ്ത് അതിനൊരു യോജിച്ച പരിഹാരം കണ്ടെത്തേണ്ട വിഷയങ്ങൾ തന്നെയാണ്. ഇതിനെല്ലാം ഏറെ ബുദ്ധിമുട്ട് നേരിടുന്നവരുണ്ട്. എല്ലാ ജാതി മത വിഭാഗങ്ങൾക്കും വിവാഹമോചന നിയമങ്ങൾ നിലവിലുണ്ടെങ്കിലും മധ്യവയസ്കരുടെ ഡൈവേഴ്സ് ഒരു കീറാമൂട്ടി തന്നെയാണ്. പ്രധാനപ്പെട്ട അതിൽ മറ്റൊരു കാരണം എന്ന് വെച്ചാൽ നഷ്ടപരിഹാരം ചോദിക്കുന്നതിലെ തർക്കങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഗ്രേ ഡൈവേഴ്സ് നീണ്ടുപോകാനുള്ള പ്രധാന കാരണം. ചില ഉദാഹരണം നമ്മൾ എടുത്തു നോക്കിയാൽ സിനിമാ താരങ്ങളായ കമലഹാസൻ സരിക ദമ്പതികൾ 2004 പിരിഞ്ഞതെങ്കിലും അവർ തമ്മിലുള്ള സ്വത്ത് വിഭജന തർക്കം ഏറെക്കാലം നീണ്ടുപോയി. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ഉടമയായ ബിൽ ഗേറ്റ്സും ഭാര്യ മെലിൻഡ ഗേറ്റ്സും തമ്മിൽ 25 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് 2021 അവർ വേർപിരിഞ്ഞത്. അവർ തമ്മിൽ സ്വത്ത് വിഭജിക്കുന്നതിൽ തർക്കമുണ്ടായിരുന്നു. ഇന്ത്യയിലെ നിയമ നടപടികളിലെ കാലതാമസങ്ങളും നൂലാമാലകളും മധ്യവയസ്സിൽ പിരിയുന്ന ദമ്പതികളെ മാനസികമായി വീണ്ടും അസ്വസ്ഥമാക്കുന്ന സ്ഥിതിയിലേക്ക് തള്ളിവിടാറുണ്ട്. ഗ്രേ ഡൈവേഴ്സ് ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് അനുയോജ്യമായ വിധത്തിൽ നിയമവ്യവസ്ഥകളിലും സാമൂഹ്യ പദ്ധതികളിലും മാറ്റം വരുത്തേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് പുതിയ
ഇന്നത്തെ ട്രെൻഡ് സൂചിപ്പിക്കുന്നത്.